ഈ കർമ്മത്തെ സാറിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? കർമ്മം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്നാണ്. പ്രവൃത്തികൾ അതാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അത് മനസ്സാ വാച കർമ്മണ 3 ഇതുണ്ട് അതിനകത്ത്. ഞാനോട് അതായത് ഇപ്പം ഞാൻ പറയല്ലോ, എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ മനസ്സുകൊണ്ട്, എൻ്റെ കർമ്മം കൊണ്ട്, അതിൻ്റെ കൂടെ ഞാൻ ഒന്നുകൂടെ പറയാറുണ്ട്, എൻ്റെ വിയർപ്പിന്റെ നാറ്റം കൊണ്ട് പോലും മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് ചിന്തിക്കുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മനസ്സുകൊണ്ട് ഞാൻ ഒരാളിനെ ദ്രോഹിക്കാൻ പാടില്ല. അതായത് ശപിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം. മനസ്സാ വാച, വാക്കുകൊണ്ട് നമ്മൾ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാൻ, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനോ പാടില്ല. മനസ്സാ വാച കർമ്മണ. കർമ്മണ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കർമ്മങ്ങൾ. അതിൻ്റെ കൂടെ ഞാൻ ചേർത്തതാണ് എൻ്റെ വിയർപ്പിന്റെ നാറ്റം പോലും മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാകരുത്. അങ്ങനെ പോലും നമ്മൾ ചെയ്യാൻ പാടില്ല. ഞാൻ പലയിടത്തും പോകുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ അടിക്കുന്ന പെർഫ്യൂമിന്റെ സ്മെല്ല് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ നമുക്ക് കളയാൻ പറ്റില്ല, ദൈവമേ ക്ഷമിക്കണേ എന്ന് പറയുക, അല്ലാതെ ദൈവം പറയാൻ പറ്റില്ല. സാർ ഉദ്ദേശിച്ചത് നമ്മളുടെ കർമ്മം അത് മറ്റൊരാൾക്ക് അല്ലെങ്കിൽ അവിടെ ഒന്ന് തിരുത്താം. അവിടെ മറ്റൊരു ആള് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി എന്നുള്ളതല്ല, ഈ പ്രപഞ്ചം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നിനും ദോഷമാകരുത്. അല്ല, ഇപ്പൊ മണം എടുക്കുന്നത് ആരാണ്? മനുഷ്യനാണ് എടുക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഹിന്ദു ധർമ്മത്തില് ഈ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുന്നത് പോലും അങ്ങനല്ലേ. പക്ഷെ അങ്ങനെ നമുക്ക് ഒന്നിനും ദോഷമാകാതെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ടല്ലേ ശ്രീബുദ്ധൻ മഞ്ചലം ഇങ്ങനെ ആടുന്ന അത് കേട്ടിട്ടില്ലേ? മഞ്ചലിരുന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിങ്ങനെ ഓരോ ഉറുമ്പിനെ കാണുമ്പോ ആ കാലം അങ്ങോട്ട് വെക്കും, ഉറുമ്പിനെ കാണുമ്പോ ഇങ്ങോട്ട് വെക്കും, മറ്റേ ഉറുമ്പില്ലാത്തടത്തോട്ട് കാല് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ഇത് മഞ്ചലിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു അത് കണ്ടിട്ടാണ് അദ്ദേഹത്തിന് ബോധോദയത്തിന്റെ ഒരു ചിന്ത മനസ്സിലുണ്ടായെന്നും പറയുന്നുണ്ട്. നമ്മൾ നടക്കുന്ന വഴിക്ക് നമ്മൾ അറിയാതെയാണെങ്കിലും നമ്മൾ ചില തെറ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ തെറ്റുകൾ പോലും പാപമാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ എന്തുമാത്രം പാപമായി, അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അറിയാതെ ചെയ്യുന്ന, ഇപ്പൊ അമ്മയുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ചില സമയത്ത് ഒരു വയസ്സാകണ്ട, അതിനു മുമ്പ് നമ്മളെ അമ്മമാരൊക്കെ ഇങ്ങനെ നെഞ്ചത്ത് കയറ്റി അല്ലെ മാറത്ത് ചവിട്ടിക്കൊണ്ട് നമ്മൾ ചെയ്യാം. അതേ പ്രവൃത്തി തന്നെ നമ്മളൊരു 50 വയസ്സായി കഴിഞ്ഞിട്ട് നമ്മുടെ അമ്മയുടെ മാറത്ത് ചവിട്ടി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത് അങ്ങനെ ചെയ്യാൻ പറ്റും. ചിലത് നമുക്ക് നിവർത്തീകരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മളത് ചെയ്തു പോകും. നടന്നു പോകുന്ന വഴിക്ക് ഉറുമ്പിനെ ചവിട്ടിക്കൊല്ലും, മറ്റുള്ളതിനെ ചവിട്ടിക്കൊല്ലും. ഞാൻ എപ്പോഴും മരം വെട്ടുന്ന കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വീട് വെക്കാൻ വേണ്ടിയിട്ട് മരം വെട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിന്ദു ധർമ്മം അനുസരിച്ചുകൊണ്ട് 40 ദിവസങ്ങൾ ഞാനിപ്പോ ആ മരം എനിക്ക് വെട്ടണം, അത്യാവശ്യമാണ്. വെട്ടിയാലേ എനിക്ക് അവിടെ വീട് വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ 40 ദിവസം ഞാൻ ചെന്നിട്ട് ഞാൻ ഇത്രാം തീയതി ഈ മരം വെട്ടും എന്ന് ചെന്ന് ആ മരത്തിന്റെ ചുവട്ടിൽ നിന്നും നമ്മൾ പറയണമെന്നാണ്. അതുപോലെ തന്നെ ആ മരത്തിന് പകരമായിട്ട് നമ്മൾ മറ്റൊരു മരം ഉണ്ടാക്കുകയും വേണം, അല്ലെങ്കിൽ വെച്ച് നടുകയും ചെയ്യണം ആ സമയത്ത്. എന്തിനാണ് നമ്മൾ ഈ 40 ദിവസം ചെന്ന് പറയുന്നത്? 40 ദിവസം ചെന്ന് പറയുന്നത് അതിൽ ഒരുപാട് ജീവികൾ കാണും. ഏതാണ്? ചില കാക്ക കൂട് വെച്ച് കാണും, വേറെ തത്ത കൂട് വെച്ച് കാണും, ചില ഇഴജന്തുക്കൾ കൂട് വെച്ച് കാണും, അതുപോലെ തന്നെ ചില കീടങ്ങളും പ്രാണികളും ഒക്കെ അതിനകത്ത്. അപ്പൊ ഇതിനോടെല്ലാം നമ്മൾ പറയുകയാണ്, നിങ്ങളുടെ ഈ ആവാസ സ്ഥലം ഇല്ലാതാകാൻ പോവാണ്, 40 നിങ്ങൾ എങ്ങോട്ടേലും മാറിത്തരണം എന്ന് നമ്മൾ 40 ദിവസം പോയി റിക്വസ്റ്റ് ചെയ്യാണ്.
അതിനുശേഷമാണ് നമ്മൾ ആ മരം വെട്ടാനുള്ള അധികാരം നമുക്കുള്ളൂ. ഇത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വളരെ നിസ്സാരം, ആ മരം വെട്ടി വേറെ വീട് വെക്കുക എന്ന് വെച്ച് നമ്മളങ്ങ് വെട്ടി തുടങ്ങും. പക്ഷെ അവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു പാപമാണ്. ഈ പാപത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടോ? നമ്മൾ മതത്തിൽ വിശ്വസിക്കുന്നുണ്ട്, നമ്മൾ മതാചാരങ്ങൾ പ്രകാരം ജീവിക്കുകയാണ്. പക്ഷെ ഇപ്പം എൻ്റെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ളവർക്കോ മറ്റുള്ള മനുഷ്യനോ അല്ല ഞാൻ അവിടെ പാപം ചെയ്യുന്നത്, മറ്റ് മൃഗങ്ങൾക്കാണ് പാപം ചെയ്യുന്നത്. അപ്പൊ അതും ഒരു ആത്മീയതയാണ്. കാരണം ആ മൃഗങ്ങളിലുള്ളതും ദൈവത്തിന്റെ അംശം തന്നെയാണ്. അവിടെയാണ് ഞാൻ വഴക്കുണ്ടാക്കുന്നത്, അതായത് സസ്യഭുക്ക് മാംസഭുക്ക് എന്നുള്ള രീതിയിൽ. സാറേ, അപ്പോഴേ സാർ അങ്ങനെ ഒരു 40 ദിവസം ആ മരത്തിനോട് സംസാരിക്കുന്നു. പക്ഷെ എന്നാലും അതിനൊരു പരിഹാരം, പൂർണ്ണ പരിഹാരം ആകുന്നുണ്ടോ? ഇല്ല, ഇല്ല, പൂർണ്ണ പരിഹാരം ആകത്തില്ല. കാരണം നമ്മളിപ്പോ ഒരു കുറെ വർഷങ്ങളായിട്ട് 10-40 വർഷങ്ങളായിട്ട് ഒരു വീട്ടിൽ താമസിക്കുന്നു. അപ്പൊ ആ അടുത്ത ആള് വന്ന്, അപ്പൊ നമ്മൾ അതിന് വേണ്ടുന്ന കഴിയുന്ന, നമുക്കറിയാം അതിനകത്തൊരു കാക്കക്കൂടുണ്ട്, അപ്പൊ നമുക്ക് പറ്റുമെങ്കിൽ വേറെ കാക്കക്കൂട് അറേഞ്ച് ചെയ്ത് കൊടുക്കും. മാക്സിമം നമ്മളുടെ സൈഡൊന്ന് നമ്മൾ മാക്സിമം, അതാണ് ഞാൻ പറയുന്നത്, ചിലത് നമുക്ക് നിവർത്തീകരിക്കാൻ പറ്റത്തില്ല ചില കാര്യം. പക്ഷെ എന്നാലെങ്കിലും അതാണല്ലോ പശ്ചാത്താപം എന്ന് പറയുന്നത്. ഞാൻ ഇത്രയും ചെയ്യുന്നുണ്ട്, ദൈവമേ ഇത് എന്നോട് ക്ഷമിക്കണമേ എന്നുള്ള ഒരു റിക്വസ്റ്റും കൂടാണ് അവിടെ വരുന്നത്. ഞാൻ മാക്സിമം ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എനിക്കറിയാം ഇത് പൂർണ്ണമല്ല എന്നുള്ളത്, ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നുള്ളത് അറിയാം, പക്ഷെ എനിക്കിത് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അവിടെ ഒരു ഇത്. അത് നമ്മൾ ദൈവത്തോടല്ല പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആരാണ്? അവരോടാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇപ്പം മാത്യു സാറിന്റെ കാറ് ഞാൻ എടുത്തുകൊണ്ട് പോയി, ഒരു ആക്സിഡന്റ് പറ്റി, അയ്യോ സോറി എന്ന് ഞാൻ ദൈവത്തിനോടാണോ പറയണ്ടേ? അല്ലല്ലോ. ആക്സിഡന്റ് ഉണ്ടായി, അതെന്റെ സമയദോഷമോ കഷ്ടകാലോ എന്തുമില്ല ആയിക്കട്ടെ, അതിന് ഞാൻ ദൈവത്തിനോട് പറയാം. പക്ഷേ സോറി എന്നുള്ള വാക്ക് പറയേണ്ട ആരാണ്? അതിന്റെ ഉടമസ്ഥനോടാണ് പറയുന്നത്. അപ്പൊ ആ ഉടമസ്ഥനാണ് അതിൻ്റെ അകത്തെ പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാലാണ് ഈ മരത്തിൽ താമസിക്കുന്ന ജീവികൾക്കാണ്, അവരോടാണ് ഞാൻ മാപ്പ് ചോദിക്കുന്നത്, അവരോട്. പക്ഷെ ഇന്നിങ്ങനെ പറയും, നമുക്കൊന്നും അങ്ങനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെയും വരാറില്ല. നമ്മള് മലയുടെ താഴെ കൊണ്ടുവന്ന് വീട് വെക്കും, അല്ലേ? മലയുടെ താഴെ കൊണ്ടുവന്ന് നമ്മൾ വീട് വെക്കും. 2 ദിവസം കഴിയും, അല്ലെ 2 വർഷം കഴിയുമ്പോൾ ഒരു എന്താണ് ഭൂകമ്പമോ അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടലോ ഉണ്ടാകും. ഉടനെ ആ ഉരുൾപൊട്ടലിലെ വെള്ളം എല്ലാം കൂടെ വന്ന് ഈ താഴെ താമസിക്കുന്നവർ, ഇവർക്കറിയില്ലേ ഇതിവിടെ പൊട്ടുമെന്നുള്ളത്. അപ്പോൾ മനുഷ്യന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ലേ? ഭൂമി ഉണ്ടാക്കിയത് മനുഷ്യന് വേണ്ടിയിട്ടല്ല, ഇത് നമ്മൾ വിശ്വസിക്കുകയാണ്. ജീവജാലങ്ങൾ ഉണ്ടാക്കിയത് മനുഷ്യന് വേണ്ടിയിട്ടല്ല. ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ പ്രളയമുണ്ടായല്ലോ, അല്ലേ? പ്രളയത്തില് നോഹ പേടകത്തിൽ കയറി പോയ സമയത്ത് 40 ദിവസത്തെ പ്രളയമായിരുന്നു തോന്നുന്നു, അല്ലേ? അദ്ദേഹം പ്രാവിനെ പറത്തി, അല്ലേ? പറത്തി കഴിഞ്ഞപ്പോ പ്രാവ് കൊത്തിയെടുത്തോണ്ട് വന്നത് എന്താണ്? പുൽക്കൊടിയാണ് പൊക്കിയെടുക്കുന്നത്. എന്ന് വെച്ചാൽ അവിടുത്തെ വെള്ളം താന്നു, അവിടെ പുൽക്കൊടിയാണ് വളരുന്നത്. അപ്പൊ ആ പുൽക്കൊടിക്കാണ് അവിടെ അവകാശം, നമുക്കല്ല, മനുഷ്യനല്ല അവകാശം. അപ്പൊ ഒരു ഭൂമി ഉണ്ടെങ്കിൽ അവിടെ ആദ്യം അവകാശവുമായിട്ട് വരുന്നത് ആ ഭൂമിയിൽ നിന്ന് ഉദ്ധരിച്ചു വരുന്ന ജീവജാലങ്ങളാണ്, മനുഷ്യനല്ല. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ്? ഇതെല്ലാം മനുഷ്യന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ആകാൻ പാടില്ല. ഇതെല്ലാം പ്രകൃതിക്ക് വേണ്ടിയിട്ടാണ്. നേച്ചറിന്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു അംശം മാത്രമേ ഉള്ളൂ നമ്മൾ. ഇവിടുത്തെ ഭൂരിപക്ഷം നമ്മൾ അതായത് മനുഷ്യൻ താമസിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഏരിയാസ് ആണ് ഈ യൂണിവേഴ്സിലുള്ളത്, അല്ലേ? അല്ലെങ്കിൽ ഭൂമിയിലുള്ളത്. അത് വെള്ളത്തിലാകാം,
അപ്പൊ നമുക്ക് നാളെ പറയാൻ പറ്റുമോ ഈ കടലിലെ മീനുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഭൂമി ഉണ്ടായത്? അവർക്കും പറയാമല്ലോ, നമുക്കും പറയാമല്ലോ, നമ്മൾ പറയുന്ന പോലെ. അപ്പൊ ഈ കൺസെപ്റ്റ് ഒക്കെയാണ് നമ്മൾ മാറ്റിക്കൊണ്ടുവരുന്നത്. എനിക്കല്ല ഈ ലോകം, എനിക്കല്ല ഈ ഭൂമി. നമുക്ക്, അതായത് എന്നെയും എന്നെ പോലെ ജീവിക്കാൻ അവകാശമുള്ള പ്രാണികളെയും ജീവജാലങ്ങളെയും അവരുടെ എല്ലാം അവകാശമാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. ആധ്യാത്മികത എന്ന് പറയുന്നത് സാർ ഉദ്ദേശിക്കുന്നത് സർവത്തെയും കരുതുക, എല്ലാറ്റിനെയും ബഹുമാനിക്കുക അല്ല, ആധ്യാത്മികത എന്ന് പറയുന്നതല്ല. ഞാൻ അതാദ്യമേ പറഞ്ഞു നിർത്തി. കാരണം നമ്മുടെ മനസ്സിലുള്ള ആത്മീയതയുടെ ആ അർത്ഥത്തെയോ അല്ലെങ്കിൽ അതിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടായിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്, നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പക്ഷെ ആ സന്തോഷം നമ്മുടെ ആത്മാവിനുണ്ടാകണം എന്നുണ്ടെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഉദാഹരണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് മൊത്തം. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന നന്മയാണ് ഇതെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. നന്മ തിന്മ എന്ന് പറഞ്ഞ ഒരു വസ്തുതയില്ല. ഉണ്ടോ? തെറ്റ് ശരി എന്ന് പറഞ്ഞിട്ടൊരു വസ്തുതയില്ല. സാറിന്റെ ശരി എനിക്ക് തെറ്റായിരിക്കും, എന്റെ ശരി സാറിന് തെറ്റായിരിക്കും. അത് തെറ്റുമില്ല, ശരിയില്ല. ശരിക്കും ഒരു തെറ്റേതാ ശരിയെന്ന് ചോദിക്കാം. അത് ഡിസൈഡ് ചെയ്യാൻ ഞാനോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പണ്ഡിതന്മാരോ ഒന്നും ആളല്ല. ശരിയുമില്ല, തെറ്റുമില്ല. ഒരു രാജ്യത്തിലെ ഒരു നിയമം വേറെ രാജ്യത്ത് തെറ്റായിരിക്കും. അങ്ങനെ ഒരു നിയമം ദൈവമായിട്ട് എഴുതി വെച്ചിട്ടുമില്ല. അത് പോവാണെങ്കിൽ ഒരുപാട് സബ്ജക്റ്റ് ആണ് അതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മള് അമ്മ അല്ലെങ്കിൽ അച്ഛൻ, ഇതിനെയൊക്കെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടിയിട്ട് വരും. ദൈവം സൃഷ്ടിച്ചത് ആരെയാണ്? ഒരാണിനെയും ഒരു പെണ്ണിനെയാണ് സൃഷ്ടിച്ചത്, അല്ലേ? ഒരു അമ്മയെ സൃഷ്ടിച്ചിട്ടില്ല, ഒരു അച്ഛനെ സൃഷ്ടിച്ചിട്ടില്ല, ഒരു മകനെ സൃഷ്ടിച്ചിട്ടില്ല, ഒരു സഹോദരിയെ സൃഷ്ടിച്ചിട്ടില്ല. ഉണ്ടോ? ദൈവം സൃഷ്ടിച്ചത് ഒരാണ്, ഒരു പെണ്ണ്. അപ്പൊ അങ്ങേർക്ക് ആ കാര്യം നോക്കിയാൽ പോരെ? മകന്റെ കാര്യം നോക്കണോ? മോടെ കാര്യം നോക്കണോ? വേണ്ടല്ലോ. ദൈവത്തിന് നോക്കേണ്ടത് ആണിന്റെയും പെണ്ണിന്റെയും കാര്യം നോക്കിയാൽ മതി. അപ്പൊ ഇതിനകത്തെല്ലാം ആയി. അപ്പൊ നമ്മൾ ചെന്ന് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എന്റെ മോന് ജോലി കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നതിനകത്ത് പുള്ളിക്ക് എന്ത് കാര്യമാണ്? ഉണ്ടോ? അദ്ദേഹത്തിന് അറിയില്ലേ ഒരു ആൺകുട്ടി ജനിച്ചിട്ടുണ്ട്, ആ ആൺകുട്ടിക്ക് ഒരു ജോലി വേണമെന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ലേ? പിന്നെ ഞാൻ കൂടെ ചെന്ന് പറയണോ? അപ്പൊ നമ്മുടെ പ്രാർത്ഥനയിൽ വരുന്ന ദോഷമാണ് ഇതൊക്കെ. ഇപ്പം മാത്യു സാറിന്റെ കുട്ടി പഠിക്കണം, ഇത് ചെയ്യണം, ഇതെല്ലാം അതിനു വേണ്ടിയിട്ട് പൈസ വേണം, യൂണിവേഴ്സിറ്റി തപ്പണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നെല്ലാം മാത്യു സാറിന് അറിയാമല്ലോ. പിന്നെ ഞാൻ വന്നിട്ട് പറയണോ? ഞാൻ വന്നിട്ട് മാത്യു സാറിന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കണോ? മാത്യു സാറെ ഇത് അതും പ്രത്യേകിച്ച് ഞാൻ മോളെ അറിയാവുന്ന ഒരു വ്യക്തിയും കൂടാണ്. അതും പോരാഞ്ഞിട്ട് ആ ദൈവത്തിന്റെ അംശം എന്നിലും നിന്നിലും ഉണ്ട്. അതാണ് തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്ന് നമ്മള് സിനിമ പാട്ടി പറയും. അപ്പൊ തൂണിലും തുരുമ്പിലും ഇരിക്കുന്ന ദൈവത്തെ നമ്മൾ ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഒക്കെ പോയി കാണുന്നത് എന്തിനാണ്? നമ്മുടെ മനസ്സെന്ന് പറയുന്ന വലിയൊരു അമ്പലം നമുക്കുള്ളപ്പോ, പള്ളി നമുക്കുള്ളപ്പോ, നമ്മൾ എന്തിനാണ് ഈ അവിടെ ഇവിടെയൊക്കെയുള്ള പള്ളി, ശവപ്പറമ്പിൽ പണിഞ്ഞിരിക്കുന്ന ഒരു പള്ളിയായിരിക്കും, അല്ലെങ്കിൽ അതുപോലെ ഒരു എന്താണ് പറയുക, ഒരു ടോയ്ലറ്റിന്റെ മേളിൽ പണിഞ്ഞിരിക്കുന്ന ഒരു ക്ഷേത്രമായിരിക്കും. അവിടെയൊക്കെ പോയി നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രാർത്ഥനയിലും രീതികളിലും പ്രാർത്ഥനാ രീതികളിലും നമ്മൾ മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യം. സാറ് അപ്പൊ ഉദ്ദേശിക്കുന്നത് നമ്മൾ ലോകത്തിലോട്ട് നോക്കാതെ നമ്മളിലോട്ട് തന്നെ നോക്കണം. നമ്മുടെ ഉള്ളിലേക്കാണ് നമ്മുടെ സന്തോഷം കണ്ടുപിടിക്കുന്നത്. നമുക്ക് സന്തോഷം വരണമെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മുടെ താഴോട്ടാണ് നോക്കുന്നത്, മേളിലോട്ടല്ല, അല്ലേ?
അതെ. നമുക്ക് സന്തോഷം, നമ്മുടെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും നേടി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്റെ താഴോട്ടാണ്. എന്റെ ഹൃദയം എന്റെ താഴെ തന്നെ. ഉം. അപ്പൊ അവിടുന്ന് നമുക്ക് സന്തോഷവും കിട്ടും. നമ്മൾ ചെയ്ത കർമ്മങ്ങളിൽ പശ്ചാത്താപം നമുക്ക് തോന്നാതെയിരിക്കും. അങ്ങനെ 10 തവണ നമ്മൾ പശ്ചാത്താപം നമ്മുടെ കർമ്മങ്ങളിൽ തോന്നാതെ വന്നു കഴിഞ്ഞാൽ അടുത്ത പശ്ചാത്താപം ഉണ്ടാകാൻ കാലതാമസം നേരിടും. അതിനെ നമ്മളിങ്ങനെ റിവ്യൂ ചെയ്ത് പോകാന്നുണ്ടെങ്കിൽ 1 മാസത്തിൽ ഒരു പശ്ചാത്താപം തോന്നുകയാണെങ്കിൽ അടുത്ത ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും പശ്ചാത്താപം. അതിന്റെ അടുത്ത് വരുന്ന ചിലപ്പോൾ 3 മാസം കഴിഞ്ഞു. അങ്ങനെയാണ് പ്യൂരിഫിക്കേഷൻ. അപ്പൊ നമ്മുടെ ഒരു ആധ്യാത്മിക വളർച്ചയ്ക്ക് അങ്ങനെ ഒരു ലൈഫ് നമുക്ക് ആവശ്യമെന്നാണ് സാർ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും. അതില്ല എങ്കിൽ ഇതൊന്നും എന്നും അവസാനിക്കാൻ പറ്റും. അല്ലെങ്കിൽ വെറുതെ നമ്മൾ പേരുകൊണ്ട് വെറുതെ നമ്മൾ കുറച്ച് പ്രാർത്ഥിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. പ്രാർത്ഥനയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? പ്രാർത്ഥന ഇപ്പം നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്, ഏതെങ്കിലും വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്, ആ വീട്ടുകാരുടെ ചിന്തയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. ഇന്ന് ഒരു വീട്ടിൽ നിന്ന് കഞ്ഞിയാണ് തന്നതെന്ന് അടുത്ത വീട്ടുകാരെ ശ്രമിക്കുന്ന എന്താണ്? ഇഡ്ഡലി തരാനായിട്ട്. അപ്പൊ അവിടെ കഞ്ഞി, ഇവിടെ ഇഡ്ഡലി ആയപ്പോഴത്തേക്ക് അടുത്ത വീട്ടുകാർ ശ്രമിക്കുന്നതാണ് ബിരിയാണി തരാൻ. അല്ലെ? അപ്പൊ ഒരു കോമ്പറ്റീഷൻ സ്റ്റേജിലേക്ക് ഇല്ല ഇതിനെ കൊണ്ടുപോകാൻ. അതേസമയം പ്രാർത്ഥനയിൽ നമ്മളൊന്ന് തീരുമാനിച്ച് ഇന്ന പ്രാർത്ഥനയാണെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ആഹാരം വേണ്ട എന്ന് നമ്മളൊരു തീരുമാനം. അപ്പൊ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ പ്രാർത്ഥന നടക്കും. അതാരെങ്കിലും നടക്കും. അതെല്ലാം കുട്ടികളെ നമ്മള് ഒന്ന് ഇതാക്കി നോക്കി, ഒരു ചെറിയ ഫാസ്റ്റിങ് പഠിപ്പിച്ച് നോക്കി. അയ്യോ, അവനെങ്ങനെ 4 മണിക്കൂർ ആഹാരം കഴിക്കാതിരിക്കുന്നതാണ് ചോദിച്ചു. ആ 4 മണിക്കൂർ ആഹാരം കഴിക്കാതിരിക്കുന്നത് അവന്റെ മനസ്സിനെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് സൈലന്റ് ആണ്. അല്ലെ? മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പെട്ടെന്നല്ല, പക്ഷെ അതിന്റെ ശക്തി ഭയങ്കരമാണ്. അപ്പൊ ആ കുട്ടിയെ നമ്മൾ 4 മണിക്കൂർ ഇപ്പോൾ ഉപവാസം പഠിപ്പിക്കുകയാണ് എങ്കിൽ അവന് നാളെ 4 ദിവസം ഉപവാസം നടത്താൻ ഒരു പ്രശ്നമില്ല. പക്ഷെ അത് നമ്മൾ സമ്മതിക്കില്ല. കുട്ടിക്കാലം തന്നെ തന്നെത്താൻ കൺട്രോൾ ചെയ്യാൻ പഠിച്ചാൽ ഏറ്റവും നല്ലത്. ഇതൊക്കെ ചെയ്തെങ്കിലേ നമ്മളിലേക്ക് ആത്മീയത വരികയുള്ളൂ. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ പോയി പ്രാർത്ഥിച്ചിട്ടൊന്ന്, ഞാൻ മിക്കവാറും ആൾക്കാർ റിട്ടയർ ചെയ്യുന്ന സമയത്ത് പറയാറില്ലേ, ഓക്കെ ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ഭഗവത്ഗീത പഠിക്കുന്നു, അല്ലെങ്കിൽ ബൈബിള് പഠിക്കുന്നു, അതിനകത്ത് അതിന്റെ ക്ലാസ്സുകൾക്കെല്ലാം പോവാറുണ്ട്. എന്ത് കാര്യം? റിട്ടയർ ചെയ്യുന്നതിന് 60 വയസ്സിൽ റിട്ടയർ ആവുന്നു, 55 വയസ്സ് വരെ ഈ എല്ലാ ഇതും കാണിച്ചും വെച്ച്, അതായത് അദ്ദേഹം ഈ ജന്മം അനുഭവിച്ചാൽ തീരാത്ത കർമ്മങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഈ 60ാമത്തെ വയസ്സിൽ പോയിട്ട് ഭാഗവത രാമായണോ അല്ലെങ്കിൽ ബൈബിളോ വായിച്ചിട്ടുണ്ട് വരും. ലാസ്റ്റ് സമയത്തെങ്കിലും അങ്ങ് ശരിയാകാം, അല്ലെങ്കിൽ നന്നായി കളയാം, അത് അംഗീകരിക്കാം. ലാസ്റ്റ് മനസാന്തരം അന്നെങ്കിലും ഉണ്ടാകുന്നു, പക്ഷെ അത് പൂർണ്ണമല്ല. അത്രയും അയാൾക്ക് പിന്നീട് അനുഭവിച്ചു. ഒരു പക്ഷെ അവരാദ്യം തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ടാവും അങ്ങനെ ഒരു ആധ്യാത്മിക ലൈഫ് വേണം, പക്ഷെ ഇപ്പം വേണ്ട, അല്ലേ? അതിനൊക്കെ ഒരു സമയം, അതൊക്കെ അങ്ങേർക്കറിയാം, എനിക്കിരിക്കുന്ന ആൾക്കറിയാം. പുള്ളി അത് ആ സമയമാകുമ്പോൾ ഓരോ കാരണങ്ങളും ഓരോ രീതികൾ ഇങ്ങനെ മുമ്പോട്ട് തള്ളി വെച്ച് അതിനനുസരിച്ച് നമ്മൾ ഇതെല്ലാം ഇന്റർലിറ്റേറ്റഡ് ആണ്. ഒറ്റ വാക്കിലൊന്ന് ഒരുപാട് കാര്യങ്ങളാണ്. സാറൊന്ന് കൺക്ലൂഡ് ചെയ്യാം ഒറ്റ വാക്കിൽ. കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ കൊടുക്കണം. മതമായാലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളായാലും
അതുപോലെ തന്നെ ആധ്യാത്മികതയാണ്. ഏത് സ്ഥലത്ത് എന്റെ ഇതിനനുസരിച്ച് പറയാണ് മറ്റുള്ളവനെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒന്നും നമ്മൾ ചെയ്യാറില്ല. പ്രകൃതിയെ നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുക, പ്രകൃതിക്ക് വേണ്ടിയിട്ട് ജീവിക്കുക, പ്രകൃതിക്ക് വേണ്ടിയിട്ട് മരിക്കുക. ഈ പ്രകൃതി വരുമ്പോൾ തന്നെ ദൈവവുമായി ആത്മീയതയുമായി എല്ലാം നമുക്ക് കിട്ടും. അതിനെ പ്രത്യേകിച്ച് നമ്മൾ തേടി വെക്കേണ്ട ആവശ്യമില്ല. അത്